എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളല്ലാതെ സ്നേഹിക്കുന്നവരുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായിട്ട് ഇല എന്ന ആദ്യ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ഏതൊരാളും ആ വ്യക്തിയെ കുറിച്ചറിഞ്ഞും ആ വ്യക്തിയോട് സംസാരിച്ചും ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലാണ്. കാരണം ആ വ്യക്തിയുടെ സ്വഭാവവും പെരുമാറ്റവും അതുപോലെ തന്നെയാണ്. മറ്റുള്ളവരോട് ഒട്ടും വഴക്കിന് പോകാതെ എപ്പോഴും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന, ഇഷ്ടത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് മറ്റുള്ളവരുമായി വഴക്കടിക്കുന്നത് ഇഷ്ടമില്ല. തനിക്ക് എന്ത് നഷ്ടമുണ്ടെങ്കിലും എപ്പോഴും മറ്റുള്ളവരോട് സൗമ്യമായ നിലപാടെടുത്ത് സൗമ്യമായി പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ആ വ്യക്തി തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ആരോടും വഴക്കടിക്കില്ല. എപ്പോഴും സൗമ്യ സ്വഭാവത്തോടു കൂടി വളരെയധികം ശാന്തതയോടെ ജീവിച്ചു പോകാൻ ആണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള വ്യക്തിയെ ചിലർ ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കി ആ വ്യക്തിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് അവരുടെ അത്ഭുതം. നിങ്ങളിലെ നന്മ അംഗീകരിക്കാത്ത, നിങ്ങളെ സ്നേഹിക്കാത്ത, ഉൾക്കൊള്ളാത്ത അവർ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ആ വലയത്തിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഒക്കെ ആ പ്രധാനപ്പെട്ട ആ ശക്തിയിൽ നിന്നും ആ വ്യക്തിയെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് അവർക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാനാണ്. അവർ ആ വ്യക്തിയോട് വലിയ തരത്തിലുള്ള അടുപ്പവും ഒക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ആ വ്യക്തിയെ തട്ടിയെടുക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി അക്കാര്യത്തിൽ സൗമ്യമായ നിലപാട് മാത്രമാണ് സ്വീകരിക്കുന്നത്, ദുരുദ്ദേശങ്ങളൊന്നുമില്ലാതെ. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെയാണ് ഇഷ്ടം, നിങ്ങളോടാണ് താല്പര്യം. പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ച് തട്ടിയെടുക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതിനെതിരെ നിങ്ങൾക്ക് വിജയം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ സംയമനത്തോടെ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ ഈ പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വല്ലാത്ത ഒരു മാനസിക അടുപ്പം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാനോ നിങ്ങളെ മാനസികമായി വിഷമിപ്പിക്കുന്നതിനൊന്നും ഇഷ്ടമില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ വ്യക്തി എല്ലാവരുമായിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ആ വ്യക്തിയുമായിട്ട് സ്ഥിരമായി സംസാരിക്കുന്ന ചിലരെ ആ വ്യക്തിക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. ഒരു ജോലി ആവശ്യ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മറ്റ് ഘടകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ടോ ആ വ്യക്തിക്ക് ചിലരുമായിട്ട് സംസാരിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരെ നിഷ്കളങ്കമായി സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി ഒരുപാട് കഠിനാധ്വാനങ്ങളിലൂടെയാണ് ഈ വിധമുള്ള ഒരു മേഖലയിലെത്തിയത്. ഒരുപാട് കഠിനാധ്വാനങ്ങൾ നടത്തുന്നതിന് മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ
ഒരുപാട് സന്ദർഭങ്ങളിൽ ആ വ്യക്തിക്ക് കരുത്തായി നിങ്ങളുടെ നിലപാടും നിങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴത്തിൽ മറ്റാരെയും സ്നേഹിക്കുന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ലക്ഷ്യം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നൽകുന്ന സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കൽ തന്നെയാണ്. ആ സൗഭാഗ്യങ്ങൾ കുറേ മറച്ച് കാലം നീട്ടി കൊണ്ടുപോവുക എന്നൊക്കെയുള്ള ആ ആശയം, ആ ചിന്ത ആ വ്യക്തിക്കുണ്ട്. ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും വളർന്നു വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ പലപ്പോഴും ആദ്യത്തെ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്ക് പിടിവാശി ഉള്ളതായിട്ട് അനുഭവപ്പെടും. എന്നാൽ എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് വലിയ വിഷമമാണ്. അത് ഏറ്റവും പെട്ടെന്ന് പറഞ്ഞ് തീർത്ത് തിരിച്ചു വരാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളും നിങ്ങളുടെ വ്യക്തി ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളെ അകറ്റി വലിയ വലിയ പിണക്കങ്ങളാക്കാൻ ചിലർ ശ്രമിക്കുന്നു. അവർക്ക് അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം അവർക്ക് വേണമെന്ന് അവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ അവർ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. പക്ഷേ അത് വിജയിക്കില്ല. നിങ്ങൾ മാത്രമായിരിക്കും വിജയിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ആയിട്ട് നല്ല ബന്ധമായി പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വികാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടത് അറിയാൻ കഴിയും. അവർ പരാജയപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ നിർണായകമായ പല സന്ദർഭങ്ങളും ഉണ്ടാകുകയും അതെല്ലാം പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊരു തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയം കീഴടക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.